എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ ഞരമ്പ് രോഗികൾ, അതായത് ബസ്സിലും ട്രെയിനിലും ഒക്കെ പബ്ലിക് പ്ലേസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ തോണ്ടുക, മാന്തുക, ഗ്രോപ്പിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾക്കറിയാവുന്നതാണ്. ഉപദ്രവിക്കുക, അവിടെ കയറി പിടിക്കുക, ഇവിടെ കയറി പിടിക്കുക. ഇപ്പം ഞരമ്പ് രോഗികളെന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. എൻ്റെ ഒരു ധാരണ ഇന്ത്യയിലായിരിക്കുന്നത്, പക്ഷെ അതല്ല. പുതിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഞരമ്പ് രോഗികളുള്ള ജപ്പാനിലാണ്, വികസിത ടെക്നോളജി രാജ്യത്താണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രോപ്പിംഗ് എന്ന് പറയുന്ന ജപ്പാനിൽ അതിനൊരു കളിയാക്കി പറയുന്ന ചിക്കൻ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് 86% ഗ്രോപ്പിംഗ് ഇതേപോലെ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ചെറുപ്പക്കാരുടെയും പ്രായമുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ സ്കൂൾ ബസ്സുകളിൽ, സ്കൂളിലെ കുട്ടികൾ പോകുന്ന ട്രെയിനുകൾ, അവിടുത്തെ മെട്രോയിലെ ബസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ജാപ്പനീസ് സർക്കാർ വലിയ രീതിയിൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ വലിയ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ വലിയ പോസ്റ്ററും ബാനറുകളും ആപ്പുകളും പ്രത്യേകം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് ഇത് ചെയ്യാം. ചില ക്രൗഡഡ് ആയിട്ടുള്ള ട്രെയിനുകളിലെല്ലാം CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, ആരാണ് ശല്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറെ സംഭവം എന്ന് പറയുന്നത്, ഈ വിക്റ്റിമായ പെൺകുട്ടികളിൽ 80% ഇത് പരാതിപ്പെടാൻ അവർക്ക് ഭയമാണ്. ഇത് ബേസിക്കലി ഈ അവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് മതത്തിന്റെ ഒരു സംഭവമുണ്ട്. അനാവശ്യമായിട്ട് ഇങ്ങനെ കേസുകളും പ്രശ്നങ്ങളും ഒന്നും കൊടുക്കരുത്, ആൾക്കാരോട് വളരെ സൗമ്യമായിട്ട് പെരുമാറുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവരധികവും കേസുകളും പ്രശ്നങ്ങളും ഒന്നും കൊടുക്കാത്തത്. പക്ഷേ ഇപ്പോഴത് വലിയ ഇഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പോലീസ് സ്വയമേ പല ആൾക്കാരെയും കണ്ടുപിടിച്ച് കേസ് എടുക്കാനും, അതേപോലെ തന്നെ ഇവരെ ഇങ്ങനെ ചെയ്യുന്ന ഉപദ്രവിക്കുന്ന ആൾക്കാരെ അവർക്ക് പ്രത്യേക കൗൺസിലിംഗും, അത് ഒരാഴ്ചത്തേക്ക് അവരെ പ്രത്യേക റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ കൊണ്ട് അവർക്ക് കൗൺസിലിങ്ങും പരിപാടികളൊക്കെ ആവിഷ്കരിക്കാം. കാരണം ഇത് വലിയ രീതിയിലാണ് മാറ്റം ഉണ്ടായേക്കുന്നത്. കാരണം അവിടുത്തെ പെൺകുട്ടികൾക്ക് ഈ ശല്യത്തെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിലായി മാറി. കാരണം ഈ ഞരമ്പ് രോഗികളെ ഏത് രീതിയിൽ ഒതുക്കണം, അതിനെപ്പറ്റി പ്രത്യേക റിസർച്ചുകൾ ജപ്പാനിൽ തുടങ്ങി കഴിഞ്ഞു. കാരണം പബ്ലിക് പ്ലേസുകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇവരധികം മാസ്ക് ഒക്കെ വെച്ചോട്ടെ. അത് നിങ്ങൾക്കറിയാവുന്നതാണ്, ഈ ജപ്പാനിൽ ഈ കോവിഡില്ല അതിനു മുമ്പ് തന്നെ ഇവർ മാസ്ക് വെക്കും. അപ്പോൾ കാരണം ഈ മറ്റുള്ള പുകയോ മറ്റോ സംഭവങ്ങളോ ഉണ്ടാകാതെ ഇവർ മാസ്കും വെച്ചിട്ട് വരുമ്പോൾ, അതും ഈ ട്രെയിനിൻ്റെ അകത്ത് കയറുമ്പോൾ മാസ്ക് വെക്കരുതെന്നുള്ള നിയമവും ജപ്പാനിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോവുകയാണെന്ന് ജാപ്പനീസ് പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവരുടെ മുഖം കാണാൻ വേണ്ടി. ഏതായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. കാരണം കേരളത്തിലും ഇതേപോലെയുള്ള ആൾക്കാരെ ശല്യം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്, ബസ്സുകളിലാണെങ്കിലും ട്രെയിനുകളിലൊക്കെ. അതായത് ഗ്രോപ്പിംഗ് എന്ന് ഈ പറയുന്ന സംഭവം. അപ്പം നമ്മളെക്കാളും മുമ്പെയാണ് ജപ്പാൻ എന്ന് അറിയുമ്പോൾ ഈ പറയുന്ന ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ്, ടെക്നോളജിയിലും സാമ്പത്തികമൊക്കെ മുന്നിൽ നിൽക്കുന്ന ജപ്പാനിൽ ഇങ്ങനൊരു ഗ്രോപ്പിംഗ്, അതായത് ചിക്കൻ നമ്മുടെ ഭാഷയിൽ പറയുന്ന ഉപദ്രവിക്കുന്ന ആൾക്കാർ പബ്ലിക് പ്ലേസുകളിലൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, ഇതൊരു മാനസിക പ്രശ്നം തന്നെയാണ്. ഇതിന് അടിയന്തരമായിട്ടൊരു ഒരു റെമഡി എന്താണ്? അപ്പം അതനുസരിച്ച് ജാപ്പനീസ് സർക്കാർ പോകുമ്പോൾ, ഇപ്പം കേരളത്തിലും ഗവൺമെൻറ് ചിന്തിക്കുകയാണ്. കാരണം കേരളത്തിലെ വണ്ടികളിലൊക്കെ പോകുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ഇത് സ്ഥിരമായി കാണാവുന്ന ഇഷ്യൂ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫർദറായിട്ട് എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് ജപ്പാനിൽ ഉണ്ടാകുന്നത് അതിനെപ്പറ്റി ഫർദറായിട്ട് പറയുന്നത്. കാരണം ഫർദറായിട്ട് പറയുന്നതായിരിക്കും. ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. ഇപ്പോൾ സ്ത്രീകൾ വളരെയധികം പരാതി കൊടുക്കാൻ മുമ്പോട്ട് വരാൻ തുടങ്ങി. കാരണം ഇത്രമാത്രം ശല്യം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അവയർനെസ് കൊടുക്കാനും, ഈ കുട്ടികൾക്ക്, അതായത് സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് മെന്റൽ രീതിയിലുള്ള പരിരക്ഷണം അവരെ പറഞ്ഞു മനസ്സിലാക്കാനും, പരാതി കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. അതിനൊരു പ്രത്യേക ഗ്രൂപ്പ്, കൗൺസിലിംഗ് ഗ്രൂപ്പ് ഇപ്പം ജപ്പാനിൽ ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകളിൽ വലിയ രീതിയിൽ ക്യാമ്പയിനാണ് ജപ്പാനിലാകമാനം ഉണ്ടായിരിക്കുന്നത്. അതൊരു നല്ല മാറ്റത്തിന് തുടക്കം കുറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം.
മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.